എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗണിറ്റിക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ LGSൻ്റെ പ്രാക്ടീസ് സെക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള 10 ക്വസ്റ്റ്യൻ വീതമുള്ള പാക്കേജിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളിത് മാക്സിമം ചെയ്ത് നോക്കുക, ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. LGSൻ്റെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ സൊല്യൂഷൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 2-3 പേര് അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇട്ട് കൊടുക്കണമെന്ന് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സഹായിക്കുക. നിങ്ങൾക്കുള്ള വല്ല സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതുകൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 50 മുതൽ 100 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് 50 മുതൽ 100, 50, 50, 100 അല്ലെ 50 സംഖ്യ ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 50 മുതൽ 100 വരെ എന്നാണ്. ഇപ്പം നിങ്ങൾ നോക്കണം, ഇപ്പോൾ 3 മുതൽ 6 വരെ എന്ന് വെച്ചുമ്പോൾ 3, 4, 5, 6. അപ്പോൾ സാധാരണ 3 മുതൽ 6 വരെ എന്ന് നിൽക്കുമ്പോൾ 3 സംഖ്യയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ എത്ര സംഖ്യയുണ്ട്? 3 മുതലാകുമ്പോഴോ 1, 2, 3, 4 സംഖ്യയുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റ് തന്നെ ഇവിടെയും വരുന്നത്. അപ്പോൾ 2 കാര്യം പഠിക്കണം. ഇപ്പം 50 മുതൽ 100 വരെ എന്നാണ്. അപ്പം ഈ 2 സംഖ്യയും ഇൻക്ലൂഡാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ 100-ൽ നിന്ന് 50 കുറച്ചു, ആൻസർ കിട്ടി. ആ കിട്ടുന്ന ആളുടെ കൂടെ 1 കൂട്ടണം. 51 എന്ന ആൻസർ. ഇനി അടുത്ത ചോദ്യമുണ്ട്, 50-നും 100-നും ഇടയിൽ എത്ര സംഖ്യയുണ്ടെന്ന് ചോദിക്കും. ഇത് 50 മുതൽ 100 വരെ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ പറഞ്ഞത്. ഇനി അല്ലാതെ ചോദിക്കാം 50-നും 100-നും ഇടയിൽ. അപ്പോഴും ഇതൊക്കെ തന്നെയാണ്. 100-ൻ്റെ അകത്തുനിന്ന് 50 കുറച്ച് 50 കുറക്കുക. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. അവിടെ നമ്മൾ 1 സബ്ട്രാക്റ്റ് ചെയ്യുക. ഉണ്ടോ? അപ്പോൾ 2 കാര്യം പഠിക്കുക. 50 മുതൽ 100 വരെ ആ 2 ആൾ ഉൾപ്പെടുന്ന സമയത്താണെങ്കിൽ അവയുടെ ഡിഫറൻസ് എടുത്തിട്ട് 1 കൂട്ടുക. 50-നും 100-നും ഇടയിൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോഴും ഡിഫറൻസ് എടുക്കുക, 1 കുറക്കുക. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? 50 മുതൽ 100 വരെ എന്നാണ്. രണ്ടും വേണം. അപ്പോൾ വ്യത്യാസം 50, ഒരു 1 കൂടെ കൂട്ടണം. എത്ര സംഖ്യകളുണ്ട്? 51 എണ്ണൽ സംഖ്യകളുണ്ട്. അടുത്ത ചോദ്യം വായിക്കുക. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? അപ്പോൾ നമുക്കറിയാം, ഇപ്പം 10 എത്ര കൂട്ടിയാൽ 15 കിട്ടും? നമുക്കറിയാം എത്ര കൂട്ടിയാൽ? 5 കൂട്ടിയാൽ. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ വലിയ സംഖ്യയെ 15-ൽ നിന്ന് 10 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 5 കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ 10 5 കൂട്ടിയാൽ 15 കിട്ടും. അപ്പം എത്ര കൂട്ടിയാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്കങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? വളരെ ചെറിയ ക്വസ്റ്റ്യനാണ് എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞേക്കാം. നമുക്ക് നോക്കാം. 20.009 എത്രയോ സംഖ്യ കൂട്ടി, എക്സ് ആയിക്കോട്ടെ, കൂട്ടിയപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 50 കിട്ടിയത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പുറത്തൊരു 50 ഉണ്ട്. ഇവിടെയുള്ള ഈ പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും. 20.009. അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാം. 50.000 അതിൻ്റെ അകത്ത് 20.009 സബ്ട്രാക്ട് ചെയ്യും. ഞാനിതിൻ്റെ 2 മെത്തേഡ് കാണിച്ചു തരും. നിങ്ങൾ ആദ്യം അതിൻ്റെ ഒറിജിനൽ മെത്തേഡിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു ഷോർട്ട് മെത്തേഡ് കൂടെ കാണിച്ചു തരാം. ആദ്യം നമുക്കൊന്ന് കടവെടുത്തൊക്കെ കാണിച്ചു തരാം. 5-ൻ്റെ അകത്ത് കടവെടുക്കണം. അപ്പോൾ 5 4 മാറും. ഇത് 10 മാറും. ഈ 10-ൻ്റെ അകത്ത് നിന്ന് 1 കടവെടുക്കുമ്പോൾ ഇവിടെ 10 ഇത് 9 ഇത് വീണ്ടും 10 അല്ലേ, 10-ൻ്റെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് 9 ഇവിടെ 10 വീണ്ടും കടവെടുത്തു, ലാസ്റ്റ് 10 ഇത് 9 10 - 9 1,
9 മൈനസ് 0 9, വീണ്ടും 9 മൈനസ് 0 9 അല്ലേ, പിന്നെ 9 മൈനസ് 0 9, 4 മൈനസ് 2 2, 29.991 കിട്ടി. ഇതല്ലാതെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ താഴെ 20.009 എന്നുണ്ട്. മുകളിലോ നമ്മൾ അതുപോലെ ആക്കിയപ്പോൾ 50.000. നിങ്ങളത് ചെയ്യേണ്ടത് ദശാംശമൊക്കെ പിന്നെ കൊടുക്കാം. 3 സ്ഥാനം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ആദ്യം ദശാംശമില്ല എന്ന് പറഞ്ഞാൽ 50,000 എന്നാണ്. താഴെയോ 20,009. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാർഗം വെച്ചാൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്താലും തോന്നുള്ളേ. ഈ മുകളിൽ നിന്നും താഴെ നിന്നും നമുക്കൊരു 1 സബ്ട്രാക്ട് ചെയ്യാം. 1. അപ്പോൾ 50,000 നിന്ന് 1 കുറച്ചാലോ 49,999. താഴെ നിന്നും 1 കുറക്കുക. 20,009 നിന്ന് 1 കുറച്ചാൽ 20,008. കണ്ടോ, മുകളിൽ താഴെ നിന്ന് 1 2 ഇഷ്ടമുള്ള മുകളിൽ താഴെ ഒരേപോലെ കുറക്കണമെന്നേ ഉള്ളൂ. ഇനി നിങ്ങളൊന്ന് കുറച്ച് നോക്കിയാൽ കടമൊന്നും എടുക്കണ്ട. കണ്ടോ, 9 നിന്ന് 8 പോയാൽ എത്ര കിട്ടാം? 1 9 ഉണ്ടോ, 9 9, 4 നിന്ന് 2 പോയാൽ എത്ര കിട്ടാം? 2. ഇനി എത്ര 3 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും 29.991. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ കടമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ, വെറുതെ ചെയ്ത് വയ്ക്കരുത്. അടുത്ത ചോദ്യം, 4 കുട്ടികളുടെ ശരാശരി വയസ്സ് 7, 5ാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ് എങ്കിൽ 5ാമൻ്റെ വയസ്സ് എത്ര? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് 2 തരത്തിൽ ചെയ്യാം. നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് 4 കുട്ടികളുണ്ട്. ഇപ്പോൾ ആദ്യം എത്ര കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 4 പേരാണ്. ഇവരുടെ ശരാശരി എത്രയാണ്? 7 ആണ്. അപ്പോൾ 4 കുട്ടികളുടെ ശരാശരി വയസ്സ് 7 എന്ന് പറഞ്ഞാൽ അവരുടെ ആകെ വയസ്സ് എത്ര? 4 പേരുടേത് 4 × 7 28 അവരുടെ ആകെ വയസ്സ്. അപ്പോൾ ഇപ്പോഴുള്ള 4 കുട്ടികളുടെ വയസ്സ് കൂട്ടിയാൽ, ഒരു പേപ്പറിൽ എഴുതി കൂട്ടിയാൽ അത് അത്രയായി 28 വയസ്സാണ്. ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ എല്ലാ വയസ്സും കൂടെ കൂട്ടിയാൽ. ഇനി ഒരാൾ കൂടെ വന്നു എന്ന് വെച്ചാൽ 5ാമതൊരാൾ വന്നു. അപ്പോൾ ഇപ്പോൾ 5 പേരുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ശരാശരി എടുത്തപ്പോൾ ശരാശരി എത്രയാണ്? ഇപ്പോൾ 6 എന്നാണ് ശരാശരി കിട്ടിയിരിക്കുന്നത്. 6 എന്നാണ്. അപ്പോൾ 5 പേരുടെ ശരാശരി 6 എന്ന് പറഞ്ഞാൽ 5 പേരുടെ ഇപ്പോഴുള്ള 5 പേരുടെ ആകെ വയസ്സ് എത്രയായിരിക്കും? 5 × 6 30 ഉണ്ടോ? ഇപ്പം നമുക്ക് കിട്ടി 5 പേരുടെ ആകെ വയസ്സ് 30, അതിൽ 4 പേരുടെ ശരാശരി വയസ്സ് 28 എങ്കിൽ ആ ഒരാളുടെ വയസ്സ് തന്നെ എടുക്കാൻ തമ്മിൽ കുറച്ചാൽ പോരെ. ഇത് 5 പേരുടെ വയസ്സാണ്, ഇത് 4 പേരുടെ വയസ്സാണ്. അപ്പോൾ ആ ഒരാളുടെ വയസ്സ് കിട്ടാൻ ഈ 30-ന് 28 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 2 പുതുതായിട്ട് വന്ന ആളുടെ വയസ്സ്. നമുക്കിതല്ലാതെയും ചെയ്യാം. ഇങ്ങനെ ഇൻറ്റു ചെയ്യാതെ ചെയ്യാം. ഈ കൊച്ചു സംഖ്യയാകുമ്പോൾ ഇൻറ്റു ചെയ്താൽ തെറ്റൊന്നുമില്ല. അതിങ്ങനെയാണ്. 4 പേരുടെ ശരാശരി വയസ്സ് 7, 5ാമൻ വന്നപ്പോഴത്തേക്ക് ശരാശരി വയസ്സ് എത്ര? 6 ഉണ്ടോ? ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 1 കുറഞ്ഞു എന്നാണ്. ആ 1 കൊണ്ട് ഇവിടെ ഗുണിക്കുക. അപ്പോൾ -4 എന്ന് കിട്ടും. അതിൻ്റെ നേരെ ക്രോസായി കിടക്കുന്ന സംഖ്യ പ്ലസ് ചെയ്യുക. വ്യത്യസ്ത ചിഹ്നങ്ങളാകുമ്പോൾ വലുതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. എങ്ങനെ ചെയ്താലും കിട്ടും. ഇപ്പം ഷോർട്ട് മെത്തേഡിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇൻറ്റു ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. അടുത്ത ചോദ്യം, 20 പേന വാങ്ങിയാൽ 5 എണ്ണം സൗജന്യമായി ലഭിക്കും എങ്കിൽ കിഴിവ് എത്ര %? ഇവിടെ നിങ്ങൾ ഓർക്കുമ്പം 20 എണ്ണം നിങ്ങളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു, നിങ്ങൾക്ക് 5 എണ്ണം ഫ്രീ ആയിട്ടും കിട്ടി. അപ്പം നിങ്ങൾ 20-ൽ 5 എന്നല്ല എഴുതേണ്ടത്. ഇത് തെറ്റാണ്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പേന ഉണ്ടാകെ? 20 എണ്ണം നമുക്ക് വാങ്ങിയതും 5 എണ്ണം വെറുതെ കിട്ടിയതുമായിട്ടാകെ ആകെ 25 എണ്ണം കയ്യിലുണ്ട്. മനസ്സിലായോ? ആകെ ഉള്ളതാണ് ആ ഡിനോമിനേറ്ററിൽ കാണിച്ച 25. ഇനിയിപ്പോൾ ആ 25 എണ്ണത്തിൽ 20 എണ്ണത്തിൻ്റെ കാശേ കൊടുത്തിട്ടുള്ളൂ. 5 എണ്ണമാണ് കിഴിവായിട്ട് കിട്ടിയത്. അപ്പോൾ 5 എണ്ണം മുകളിൽ കാണിക്കണം. അപ്പോൾ ആകെ 25 പേന എൻ്റെ കയ്യിലുണ്ട്, അതിൽ 5 എണ്ണം എനിക്ക് വെറുതെ കിട്ടി. ഇൻറ്റു ശതമാനമാക്കാൻ എന്ത് കൊടുക്കണം? 100 എന്ന് കൊടുക്കണം. 25ഉം 100ഉം കൂടെ വെട്ടാം. 4 തവണ 4 × 5 എന്ന് വെച്ചാൽ 20% എന്നാണ്. അപ്പോൾ കിഴിവ് എത്ര ശതമാനമാണ്?
20%. ബി ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം, 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 4 എന്ന അക്കം എത്ര തവണ ആവർത്തിക്കും? നമുക്കിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ 4, ആദ്യത്തെ 4 ആരാണ്? ആദ്യം 1 മുതൽ 10 എടുക്കുമ്പോൾ 4 എഴുതണം. പിന്നെ ആ 4 വരുന്നതല്ല, അവസാനം 4 വരുന്നതൊക്കെ 14, 24, 34, 44, 54, 64, 74, 84, 94. അതെല്ലാം ആദ്യം എഴുതുക. ഇതിന് ശേഷം 4 രണ്ടാമത് വരുന്നൊരു സെക്ഷൻ ഉണ്ടല്ലോ, 40 തുടങ്ങുന്ന. അപ്പോൾ 40, 41, 42, 43, 44 ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഴുതല്ലേ, 45, 46, 47, 48, 49. ഇത്രയാണ് 4 വരുന്ന ആളുകൾ. ഇനി എണ്ണുമ്പോൾ എങ്ങനെ എണ്ണം? ഇതിലൊക്കെ 1, 2, 3, 4, 5, 6, 7, 8, 9. പക്ഷേ ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ. 9 2 എത്ര? 11 എണ്ണം ആദ്യ സെക്ഷനിൽ വന്നു. ഇനി ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. അവിടെ 9 എണ്ണം വന്നു. അങ്ങനെ 11, 9 എത്രയായി? 20 എണ്ണം. ഇവിടെ 44-ൽ 2 4 ഉണ്ടെന്ന് മറന്നു പോകല്ലേ. അത് 2നെയും കൂട്ടണം. എത്ര അക്കങ്ങളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2നെയും കൂട്ടണേ. അപ്പോൾ 20 തവണ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 6ൻ്റെ ഗുണിതം അല്ലാത്തത് ഏത്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതോ ഒരെണ്ണം 6ൻ്റെ ഗുണിതമല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എടുക്കേണ്ടത് ആരുടെ ഗുണിതമാണ്? 6ൻ്റെ ഗുണിതം. അപ്പോൾ നമുക്ക് 6 എന്നുള്ളത് 3 × 2 എന്നാണ്. 3 × 2 ആണ്. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന സംഖ്യകളെ 3 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ 6ൻ്റെ ഗുണിതമാണെന്ന് പറയാം. കിട്ടിയോ? അപ്പോൾ നമുക്ക് ആദ്യം 2 കൊണ്ട് നോക്കാം. 2 കൊണ്ട് നോക്കുന്നത് എങ്ങനെയാണ്? ഇരട്ട സംഖ്യകളെല്ലാം 2 കൊണ്ട് പറ്റും. എന്ന് വെച്ചാൽ ഏതൊരു സംഖ്യയും 0, 2, 4, 6, 8 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്നത് ആണ് ഇരട്ട സംഖ്യ. അങ്ങനെയുള്ള സംഖ്യകളെയൊക്കെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 8 ഇരട്ട സംഖ്യയാണ്, 2 ഇരട്ട സംഖ്യയാണ്, 4 ഇതെല്ലാം ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനെയും 2 കൊണ്ട് പറ്റും. ഇപ്പോൾ 2 കൊണ്ട് ഓൾറെഡി എല്ലാവരും പറ്റും. ഇനി ആരെ കൂടെ നോക്കിയാൽ മതി? 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കിയാൽ മതി. 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എടുക്കുക. 408 എന്ന് പറയുന്ന ഒരാൾ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. 4 + 0 + 8. അപ്പോൾ എത്ര കിട്ടും? 12. ആ കിട്ടുന്ന തുകയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റും. 4 3 12. അപ്പോൾ 408നെ 3 കൊണ്ട് പറ്റും. 432 എന്ന് പറയുമ്പോൾ നോക്കിയാൽ 4 + 3 + 2, 4 3 7 2 9. അപ്പോൾ ആ 9നെയും 3 കൊണ്ട് പറ്റും. അപ്പോൾ 432നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. 444 നോക്കിയാൽ 4 + 444 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 + 4 + 4 എത്ര കിട്ടും? 12. അയാളെ 3 കൊണ്ട് പറ്റും. പിന്നെ പറ്റാത്ത 484. സംശയം നോക്കിക്കേ. 484 എന്ന് പറയുമ്പോൾ പ്ലസ് ചെയ്ത് നോക്കിക്കേ. 4 + 8 + 4, 4 4 8 4 16. 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സംഖ്യയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് 2 കൊണ്ടും 3 കൊണ്ടും പറ്റുന്ന ആരൊക്കെയാണ്? 408നെ 2 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. എന്ന് വെച്ചാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 432നെയും നമുക്ക് 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ. 444നെയും 2 കൊണ്ടും 3 കൊണ്ടും പറ്റും. 484നെ 2 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, 3 കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 484 6ൻ്റെ ഗുണിതമല്ല. ആൻസർ സി ആണ് നമ്മളുടെ ഓപ്ഷൻ. ഇത് വന്നിട്ടുണ്ട്. 4 20 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, വസീം 400 മീറ്റർ സഞ്ചരിക്കാൻ 24 സെക്കൻഡ് എടുത്തു എങ്കിൽ വേഗത എത്ര? ഇവിടെ ചോദ്യത്തിൽ 400 മീറ്റർ സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 400 മീറ്റർ. ഇനിയോ അത് സഞ്ചരിക്കാൻ 24 സെക്കൻഡ് എടുത്തു. അപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ട് 24 സെക്കൻഡ്.
നമുക്ക് വേണ്ടത് വേഗത എത്ര. വേഗത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് വെച്ചാൽ 400 ബൈ എത്ര, 24. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. പക്ഷേ ഇവിടെ കിടക്കുന്ന ആൻസർ നോക്കിക്കുക, എല്ലാം കിലോമീറ്റർ പെർ അവറിലെല്ലാം കിടക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് 400 ബൈ 24 ഇൻറ്റു 18 ബൈ 5 കൊണ്ട് ഗുണിക്കുക ചെയ്താൽ അയാൾ എന്തായിട്ട് മാറും, കിലോമീറ്റർ പെർ മണിക്കൂറായിട്ട് മാറും. ഇനി നമുക്ക് വെട്ടാം. ഈ 18ഉം 24 കൂടെ വെട്ടിക്കേ. 18 24 6ൻ്റെ പട്ടിക. 6 3 18, 6 4 24 ഉണ്ടോ. 4ഉം 100ഉം കൂടെ വെട്ടിക്കേ. എത്രയാണ്? 1 തവണ 100 തവണ. ഇനി ആ 5ഉം 100ഉം കൂടെ വെട്ടാം. 10ൽ എത്ര ദിവസമുണ്ട്? 2 തവണ 0. അപ്പം മിച്ചം എത്രയൊക്കെ വന്നു? 20ഉം പിന്നെ ഒരു 3. 20 ഇൻറ്റു 3 എത്രയാണ്? 60 കിലോമീറ്റർ പെർ മണിക്കൂർ ആണ് വസീമിൻ്റെ വേഗത. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം വായിക്കുക. എക്സ് ക്യൂബ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ ക്യൂബ്, എക്സ് വൈ ഇസഡ് ഇവയുടെ ഉസാഖ എത്ര? അപ്പോൾ നമ്മളവിടെ നോക്കേണ്ടത് ആരൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്നത് ആരൊക്കെയാണ്? എക്സ് ക്യൂബ് വൈ സ്ക്വയർ എന്നാണ്. അപ്പോൾ എക്സ് ക്യൂബ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എക്സിൻ്റെ ക്യൂബുണ്ട് ഇൻറ്റു വൈയുടെ സ്ക്വയർ ഉണ്ട്. ഇതാണ് എൻ്റെ അർത്ഥം. അടുത്തത് എക്സ് സ്ക്വയർ വൈ ക്യൂബ് എന്നാണ്. എക്സ് സ്ക്വയർ വൈ ക്യൂബ്. അപ്പോൾ നമ്മൾ എടുക്കണം എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്. താഴെ ഇങ്ങനെ എഴുതണം. മൂന്നാമത്തെ ആൾ എക്സ് വൈ സെഡ് എന്നാണ്. അപ്പോൾ നമ്മളവിടെ കാണിക്കണം എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ്. ഈ മുകളിലുള്ള രണ്ടാളിലും ഇസഡ് ഇല്ല. ഇസഡ് ഇല്ലാത്തപ്പോൾ നമ്മൾ ഇസഡ് എന്ന് കാണിച്ചിട്ട് പവർ 0 എന്ന് കൊടുക്കണം. ഇവിടെ വെറുതെ കാണിച്ചാൽ ഇസഡ് 1 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 0 എന്ന് കാണിക്കണം. അങ്ങനെയാണ് അതിനെ റെഗുലറൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് HCF ആണ് ചോദ്യമെങ്കിൽ നമ്മൾ ഈ വന്നിരിക്കുന്ന പവറുകൾ നോക്കുക. ഇപ്പോൾ എക്സിൻ്റെ പവർ നോക്കുക. അതിൽ ഏറ്റവും ചെറിയ ആളെടുക്കണം. ഇവിടെ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബും എക്സും ഉണ്ട്. അതിൽ ഏറ്റവും ചെറുതാരാണ്? എക്സ് ആണ് ഏറ്റവും ചെറുത്. വൈയുടെ ഇതിനകത്ത് വൈ സ്ക്വയറും വൈ ക്യൂബും വൈയും. അതിൽ ഏറ്റവും ചെറുതാരാണ്? വൈ ആണ്. ഇസഡിൻ്റെ പവർ ഇസഡ് റൈസ് 0 ഉണ്ട്, ഇസഡ് റൈസ് 1 ഉണ്ട്. അപ്പോൾ ചെറുതാരാ? ഇസഡ് റൈസ് 0 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ. LCM എന്നാണ് ചോദിക്കുന്നതെങ്കിലോ ഈ പറഞ്ഞ പോലെ എല്ലാം വലിയ പവർ പറയുക. എക്സിൻ്റെ ഏറ്റവും വലിയ പവർ ആരാ? എക്സ് ക്യൂബാണ്. വൈയുടെ ഏറ്റവും വലിയ പവർ ആരാ? വൈ ക്യൂബാണ്. ഇസഡിൻ്റെ ഏറ്റവും വലിയ പവർ ആരാ? ഇസഡ് റൈസ് ടു 1 ആണ്. ഇങ്ങനെയാണ് HCF LCM പറയുക. നമുക്ക് വേണ്ടത് HCF ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് റൈസ് ടു 0. ഈ ഇസഡ് റൈസ് ടു 0 എനി നമ്പർ റൈസ് ടു 0 1 ആണ്. അപ്പോൾ ഇസഡ് റൈസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. അയാൾ വേണ്ട. കാര്യം 1 കൊണ്ട് ആരെ ഇൻറ്റു ചെയ്താലും മാറ്റയും തന്നെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മിച്ചം ആരുണ്ട്? എക്സും വൈയും മാത്രം. എക്സ് വൈ എന്നാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ബി ആണ് നമ്മളുടെ ഓപ്ഷൻ. അടുത്ത ചോദ്യം. എ ഒരു ജോലിയുടെ 5 ഭാഗവും ബി ഒരു ജോലിയുടെ 3 ഭാഗവും ചെയ്തു. അവർ ചെയ്ത ജോലിയുടെ അനുപാതത്തിൽ കൂലി വീതിച്ചപ്പോൾ ബിക്ക് 540 രൂപ കിട്ടി എങ്കിൽ എയ്ക്ക് എത്ര രൂപ കൂലി കിട്ടും? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ വലിയ ക്വസ്റ്റ്യനായിട്ട് തോന്നും. വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്. ഇവിടെ എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും തമ്മിലുള്ള അംശബന്ധം, ജോലി ചെയ്തതിൻ്റെ അംശബന്ധം എത്രയാണ്? 5:3 അല്ലേ? ഇതാണ് അംശബന്ധം 5:3. ഇതിൽ ബി എന്ന് പറയുന്ന ആളാണ് 3. ആ 3 അംശബന്ധം ഉണ്ടായിരുന്ന ആളിനാണ് എത്ര രൂപ കിട്ടിയത്? 540 രൂപ കിട്ടിയത്. എന്ന് വെച്ചാൽ ഈ 3നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 540 കിട്ടിയെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ 540നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. കണ്ടോ? 1 തവണ ശിഷ്ടം 2, 24 8 തവണ 180 കൊണ്ടാണ് ഇവിടെ ഗുണിച്ചത്.
ആ 3നെ 180 കൊണ്ട് ഗുണിച്ചിട്ടാണ് 540 കിട്ടിയത്. അപ്പോൾ ഇവിടെയും ആ 5നെയും എത്ര വെച്ച് തന്നെ ഗുണിക്കുക? 180 വെച്ച് ഗുണിക്കുക. 180 ഇൻറ്റു 5 കണ്ടുപിടിക്കുക. അപ്പോൾ 900 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ബിക്ക് 540 കിട്ടിയപ്പോൾ എക്ക് എത്ര കിട്ടി? 900 രൂപ കിട്ടി. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ.